കേന്ദ്രത്തിൽ നിന്ന് ബിജെപിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഇവിടെ LDFന്റെയും UDFന്റെയും തിരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ മുടങ്ങിക്കേൾക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷെ പോര് കേരളത്തിൽ BJPക്കെതിരെയല്ല, UDFും LDFും തമ്മിൽ തന്നെയാണ് എന്നുള്ളതാണ് പ്രഖ്യാപിതമായ ഒരു നിലപാട്. അതിനെപ്പറ്റിയൊന്നും ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തോതിൽ ആയുധമാകുന്നത്, ഇന്ധനമാകുന്നത്? ഒന്നും ആയിട്ടില്ല, ഇന്നും നാളെ ഒക്കെ ആയിട്ടാവും. മുസ്ലിം ലീഗും കോൺഗ്രസും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടികളും UDFിലില്ല. അതുകൊണ്ട് തന്നെ UDF എന്ന് പറയുന്നത് നടുപൊടിഞ്ഞൊരു സംവിധാനമാണ്. അങ്ങനത്തെ ഒരു വർത്താനം ഞങ്ങളെക്കുറിച്ചെല്ലാം നല്ല കെട്ടുകഥകൾ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പറയുന്ന പോലെ ആ തെരഞ്ഞെടുപ്പിലും. പക്ഷെ ജനങ്ങളതൊന്നും കണക്കിൽ കൊണ്ടില്ല. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. എല്ലാ ഭരണവിരുദ്ധ വികാരങ്ങളെയും മറികടന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്ന സർക്കാരാണ് എന്ന് ബോധ്യപ്പെടുത്താനായി. അയാളെ വിശ്വസിക്കാൻ കൊള്ളിയല്ലോ. അയാൾ പറഞ്ഞോണ്ടല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കാൻ. ഈ മുഖ്യമന്ത്രി പറയുന്നത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സുഭദ്രമായ ഒരു മുന്നേറ്റത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് വരാനായി എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി വരാൻ. കണ്ണൂർ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സ്വന്തം പറമ്പിലെ തേങ്ങയിടാൻ വന്ന ഒരു കുടുംബനാഥയ്ക്കും മകൾക്കും പറമ്പിലെ തേങ്ങ ഇടണമെങ്കിൽ വരെ CPM നേതാക്കന്മാരുടെ അനുവാദം കിട്ടണം. പിന്നെ ഇവർ പറയുന്ന UDFന്റെ ശക്തി ക്ഷയത്തെ കുറിച്ചിട്ടാ. UDFിൽ എത്ര കക്ഷികളുണ്ട്, അവരുടെ ശക്തി എത്രയുണ്ട്, ശക്തിക്ക് കുറവുണ്ടായോ, അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് പറയണ്ടേ? മാധു, ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൃത്രിമമായിട്ടൊരു ജനവികാരം ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഉറക്കം വരുന്നു? എന്തുകൊണ്ട് കേരളത്തിലെ രക്ഷിതാക്കൾ മക്കളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും വിടുന്നു? എന്തുകൊണ്ട് വിദേശത്തേക്ക് വിടുന്നു? എന്തുകൊണ്ട് മക്കൾ ഗുഡ്ഗാവ് വരെ പഠിക്കാനെത്തുന്നു? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. 40,000-ലധികം ആളുകൾ ജോലി ചെയ്തിരുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു KSRTC. ഇന്ന് കേരളത്തിൽ എത്ര പേർ KSRTCയിൽ ജോലി ചെയ്യുന്നുണ്ട്? 18,000-ഓളം പേരാ ജോലി ചെയ്യുന്നത്. ബാക്കി 10-22,000 മനുഷ്യരുടെ ജോലി അങ്ങനെ നഷ്ടപ്പെട്ടു. അതിനാരും ഉത്തരം പറയും? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. ഏതായാലും പഠിച്ച കള്ളം തന്നെ. ഇവര് പറഞ്ഞ ഏതെങ്കിലും വാക്കുകൂടെ പാലിച്ചിട്ടുണ്ടോ? ഇവിടെ ആകപ്പാടെ കൃത്യമായിട്ട് മാസവും വരുമാനമുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രല്ലേ? ബാക്കിയുള്ളവരെ ക്ഷേമ പെൻഷൻ പോലും ഇവിടെ തടയപ്പെട്ടിരിക്കുകയല്ലേ? എല്ലാരും അകത്തു പോകും. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശന് ആകെ ആവശ്യമുള്ളത് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു തഴുകൽ കിട്ടുക, ഒരു പ്രശംസ കിട്ടുക എന്നുള്ളതാണ്. ഇവര് തമ്മിലാണ് സഖ്യകക്ഷിയായിട്ടുള്ളത്. അങ്ങനെയൊക്കെ വഴിയില്ല. എന്നോടും പറഞ്ഞൊരു യോഗത്തിൽ എമ്മാതിരി വർത്താനൊന്നും പറയരുത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇമ്മാതിരി വർത്താനം ഇങ്ങോട്ടും വേണ്ടാന്ന്. ഇന്നും മിണ്ടിയില്ല. നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ് പിണറായി വിജയൻ. അതിൽ തർക്കം വേണ്ട. അവിടെ 2017 ഇലക്ട്രൽ ബോണ്ട് സ്വരൂപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചെങ്കിൽ ഇവിടെ എക്സാലോജിക്ക് സ്ഥാപിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേരിലേക്ക് നേടിയെടുത്തു. അയ്യോ ദാരിദ്ര്യം. കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റ് ഫെസിലിറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. അത് എത്രത്തോളം നടപ്പാക്കാൻ പറ്റി? അതിന്റെ പേരിൽ 36 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് CAG റിപ്പോർട്ടുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. ചിക്കൻ 75 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ നോമ്പ് കാലത്ത് പോലും 75 രൂപയ്ക്ക് ചിക്കൻ കിട്ടുന്ന സാഹചര്യമില്ല. കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. എന്റെയൊക്കെ കണക്ക് എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ജനങ്ങളുടെ മേധാശക്തിയെ, ജനങ്ങളുടെ വിവേചന ശക്തിയെ, ജനങ്ങളുടെ ബുദ്ധിശക്തിയെ നിങ്ങൾ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? ഒരു സുഖം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് മാത്രമുള്ള പാർട്ടിയല്ല. ഈ അറബിക്കടലിന്റെ അറ്റത്തുനിന്ന് അറബിക്കടലിന് അക്കരയുണ്ടല്ലോ. അറബിക്കടലിനക്കരെ BJP ഉണ്ടാവില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവും. സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ കാണും. നിങ്ങൾ മനസ്സിലാക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത ലോകത്തെ ഒരു രാജ്യവുമില്ല, ഒരു ഭൂഖണ്ഡവുമില്ല. എന്റെ അമ്മയെ നാട്ടിച്ച്. അറബിക്കടൽ കഴിഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്നേ. ദുബായ് ഞാൻ പറയട്ടെ, എന്റെ സമയത്ത് ഇടപെടരുത് ദയവായി, അങ്ങ് മാപ്പാക്കണം. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഉടുതുണിയില്ലാതെ ഓടുന്നതിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മോശമായി പോകും. കാരണം സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാറിൽ ടൂർ പോകാൻ വിളിച്ച ആളുകളെ കുറിച്ചിട്ടൊക്കെ.
പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികൾ വരും, ഞങ്ങൾ അതിനെ അതിജീവിക്കും. ഫാസിസമൊക്കെ താൽക്കാലികമായി വരുമെന്നേ. സംഭവം കിട്ടിക്കിട്ടുണ്ട്. LDF വരും, എല്ലാം ശരിയാകും. താങ്ക് യു.